നമസ്കാരം. ജനപിന്തുണയില്ലാത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വീണ്ടും തുടർഭരണം ആഗ്രഹിക്കുന്നത്? ജനപിന്തുണയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നല്ല പോലെ തന്നെ അലയടിക്കുന്നുണ്ട്. അതിൻ്റെതായ പല സൂചനകളും ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-25 വർഷമായിട്ട് പാർട്ടിയെ സ്വന്തം കാൽ കീഴിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നു. 2016 അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ തന്ത്രങ്ങൾ മറ്റൊരു തരത്തിൽ മാറുകയാണ് ചെയ്തത്. 2011 വീണ്ടും CPM അധികാരത്തിൽ വരാമായിരുന്നു. വന്നു കഴിഞ്ഞാൽ അത് VS അച്യുതാനന്ദൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കിയ പിണറായി തന്ത്രപൂർവം അവിടെ കളിച്ചുകൊണ്ട് CPM പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. 2016 അധികാരത്തിൽ വന്നപ്പോൾ VS അച്യുതാനന്ദനെ മറ്റൊരു തരത്തിൽ ഒതുക്കി ഇരുത്തി. തുടർന്ന് മുസ്ലിം പ്രീണനം നടത്തി. അതുപോലെ തന്നെ ക്രൈസ്തവരോടും പ്രീണനം നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്കാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. പ്രളയം, ശബരിമല യുവതീ പ്രവേശം, കൂടാതെ ലോകം മുഴുവൻ ഗ്രസിച്ച കോവിഡ് എന്ന മഹാമാരി. ഈ ദുരന്തങ്ങളെയെല്ലാം തന്നെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പല കേന്ദ്ര സഹായ പദ്ധതികളും കേരളത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം വോട്ടാക്കി മാറ്റുന്ന തന്ത്രമാണ് ആവിഷ്കരിച്ചത്. അങ്ങനെ 2021 തുടർഭരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. 2021 തുടർഭരണത്തിലേക്ക് കയറുമ്പോൾ തന്നെ ക്രൈസ്തവ പ്രീണനം നടത്തി ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. 2021 മുതൽ പിന്നീട് CPM പിണറായി വിജയനും അഹന്തയും ഗുണ്ടായുസവും കൊണ്ട് നിറഞ്ഞതായി തീർന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. അതോടുകൂടി പിന്നീട് ഈ മുസ്ലിം പ്രീണനം ഉപേക്ഷിച്ചു. അതിനു മുമ്പ് മുസ്ലിം പ്രീണനം വളരെ കൂടുതലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചു. അതിലൂടെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ അംഗീകാരം നേടി. 2021 നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. മകളുടെ മാസപ്പടി കേസ്, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്. അങ്ങനെ പിണറായിയും കുടുംബവും പാർട്ടിയും പ്രതിരോധത്തിലാവുകയും ചെയ്തു. തുടർന്ന് സംഭവിച്ചത് PV അൻവർ പല കാര്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നു. പാർട്ടിക്കെതിരെയും പിണറായിക്കെതിരെയും രംഗത്ത് വന്നത് പിണറായിക്ക് വലിയ ദോഷമുണ്ടാക്കി എന്നുള്ളതാണ്. അതോടുകൂടി മുസ്ലിം സമുദായം മുഴുവൻ പിണറായിയിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. ഇത് കാരണം വ്യക്തമായി കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പോൾ പിണറായി വിജയൻ തൻ്റെതായ രീതിയിൽ സംഘപരിവാർ പറയേണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് ജമായത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, ഈ പാർട്ടികളെ ഒക്കെ തന്നെ, ഈ തീവ്രവാദ സംഘങ്ങളെ ഒക്കെ തന്നെ സംരക്ഷിക്കുകയും ഒരു കുടക്കീഴിൽ നിർത്തുകയും ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പരസ്യമായി പറയുകയുണ്ടായി. അതോടുകൂടി മുസ്ലിം പ്രീണനം മതിയാക്കി മുസ്ലിങ്ങൾക്ക് വിരുദ്ധനായിട്ട് നിൽക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഹൈന്ദവ വോട്ടുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ മണ്ഡലങ്ങളിലും 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും CPM വോട്ട് ചോർച്ചയുണ്ടായി. അത് BJP-യിലേക്കാണ് പോയതും ആ വോട്ട് ചോർച്ച ഉണ്ടായത് കൂടുതലും ഈഴവ വിഭാഗത്തിൽ നിന്നാണ്. CPM പ്രധാന ഒരു സമുദായം എന്ന് പറയുന്നത് ഈഴവ വിഭാഗമാണ് കൂടുതലുള്ളത്. അതിൽ നിന്ന് തന്നെയാണ് വോട്ട് ചോർച്ച ഉണ്ടായത്. എടുത്തു പറയേണ്ടത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടില് നല്ലൊരു പങ്കും ഈഴവ വിഭാഗത്തിൻ്റെതാണ്. അത് CPM പോകേണ്ടതായിരുന്നു. അവിടെയാണ് വോട്ട് ചോർച്ച വന്നത്. ഈ ഈഴവ വിഭാഗത്തിൽ നിന്ന് വോട്ട് ചോർച്ച അത് BJP-യിലേക്ക് ഒഴുകിയത് തിരിച്ചു പിടിക്കണം എന്നുള്ള തന്ത്രവുമായിട്ടാണ്
പിണറായി വിജയൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത് കൃത്യമായ വർഗീയ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ കളിക്കുന്നത്. 2016 അധികാരമേറ്റ നാൾ മുതൽ ഈ വർഗീയ രാഷ്ട്രീയമുണ്ട്. തുടക്കത്തിൽ ക്രൈസ്തവ മുസ്ലിം പ്രീണനമായിരുന്നു, പിന്നീട് അത് മാറുന്നു, മുസ്ലിം വിരുദ്ധത കൊണ്ടുവരുന്നു, ഇപ്പോൾ ഇതാ കൂടുതൽ ഹൈന്ദവ പ്രീണനം കാണിക്കുകയാണ്. ഓർക്കണം, ഹൈന്ദവരുടെ ഏറ്റവും വലിയ ആത്മീയ ഔന്നത്യമായ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിച്ച് അവിടുത്തെ എല്ലാവിധത്തിലുള്ള ആചാരങ്ങളും നഷ്ടപ്പെടുത്തിയ പിണറായി വിജയനാണ് ഇപ്പോൾ ഹൈന്ദവ പ്രീണനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം ചില്ലറയല്ല. എന്തായാലും BJP അവസരത്തിൽ ഉണർന്നിരിക്കുകയാണ്. BJP, അമിത്ഷാ, നരേന്ദ്രമോദി കൂട്ടുകെട്ടിലൂടെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ക്രൈസ്തവ വിഭാഗത്തെ കൂടുതലായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. അത് കൂടുതൽ പാർട്ടിക്ക് കരുത്തും നൽകുന്നുണ്ട്. BJP ഇവിടെ മുന്നേറുന്നു എന്ന് CPM പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, പ്രധാനപ്പെട്ട പാർട്ടിയുടെ കേന്ദ്രങ്ങളിലേക്ക് പോലും BJP കടന്നു കയറി എന്ന്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഹൈന്ദവ പ്രീണനം നടത്തി ഈ ഒഴുകിയ വോട്ടുകളെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഒരു തിരക്കഥ ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മലപ്പുറത്തിനെതിരായിട്ട് സംസാരിപ്പിക്കുകയും അതിലൂടെ പിന്നീട് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ ഈ SNDP സ്ഥാനത്തെത്തിയതിന്റെ, അമരക്കാരനായി എത്തിയതിന്റെ 30ാം വർഷം ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ വാനോളം വാഴ്ത്തുന്നു. ഇതുപോലെ സ്നേഹവും നന്മയുമുള്ള വേറെ ആരുണ്ട്? കുമാരനാശാൻ പോലും ഇത്രയും വർഷം SNDPയുടെ അമരക്കാരനായിട്ട് ഇരുന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മഹാവടവൃക്ഷമാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പറയുന്നു. എന്തിനു വേണ്ടിയാണ് ഈ തന്ത്രം? 2026 മറ്റൊരു കുതന്ത്രം ആവിഷ്കരിച്ച് ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് BJP നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ വിഭാഗം മുഴുവൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഒരു തന്ത്രവും ഒരു കുതന്ത്രവും കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഏൽക്കില്ല എന്നുള്ളത് പിണറായി വിജയൻ മനസ്സിലാക്കണം. കൃത്യമായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന താങ്കളുടെ ഈ രാഷ്ട്രീയം ഇവിടെ ഇനി വിലപ്പോവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.